കത്തോലിക്ക പുരോഹിതന്മാരുടെ ലൈംഗിക അരാജകത്തെക്കുറിച്ച് മുൻ പുരോഹിതൻ കെ.പി. ഷിബു പുസ്തകമെഴുതിയിരുന്നു. ഇതേ തുടർന്ന് വിൻസെഷ്യൽ സഭയിൽ നിന്നും ഷിബുവിനെ പുറത്താക്കിയത് സൂര്യ-വാർത്തകൾ നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു. ഓഗസ്റ്റ് 31 സംപ്രേഷണം ചെയ്ത വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. സിസ്റ്റർ ജസ്മിയുടെ ആമേൻ എന്ന പുസ്തകത്തിന് ശേഷമാണ് ഫാദർ ഷിബുവിന്റെ ഈ പുസ്തകം ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. കത്തോലിക്ക സഭയുടെ പൗരോഹിത്യത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ പുസ്തകത്തിലുടനീളം. 24 വർഷത്തെ സഭാജീവിതം വിട്ടെറിഞ്ഞ് കെ.പി. ഷിബു എഴുതിയ ഒരു വൈദികന്റെ ഹൃദയമിത എന്ന പുസ്തകത്തിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. സഭയിലെ പൗരോഹിത്യ മേധാവിത്വത്തിന്റെയും അനീതികളുടെയും പേരിൽ പൗരോഹിത്യം ഉപേക്ഷിച്ച വ്യക്തിയാണ് ഷിബു. പുരോഹിതന്മാരുടെ കുത്തഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചാണ് പുസ്തകത്തിലെ മുഖ്യ പ്രമേയം. വൈദികരുടെ സാമ്പത്തിക ലൈംഗിക അധികാരമോഹങ്ങളെക്കുറിച്ചാണ് ഗ്രന്ഥകാരൻ തുറന്നടിക്കുന്നത്. ഞാൻ വിശ്വാസത്തോടല്ല എതിർക്കുന്നത്, വ്യവസ്ഥിതിയോടാണ് എതിർക്കുന്നത്. ദൈവമുണ്ട്, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എതിർപ്പ് ഉള്ളത് അതിൻ്റെ വ്യവസ്ഥിതികളോടാണ്. മതപൗരോഹിത്യത്വവും അതോടൊപ്പം തന്നെ മതമേലാളിത്വവും അത് മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു കറുപ്പായി അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്ത് ഞാൻ കണ്ടുമുട്ടിയ ഏറ്റവും വലിയ വിപത്ത്. മിക്ക വൈദികരുടെയും കുമ്പസാരം മദ്യപാനത്തെക്കുറിച്ചും ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചുമാണെന്ന് ഷിബു തുറന്നടിക്കുന്നു. ഉള്ളിൽ നിന്നുള്ള എതിർപ്പ് കൊണ്ട് ഫലമില്ലാത്തതുകൊണ്ടാണ് വൈദിക വൃത്തി ഉപേക്ഷിച്ചത്. പുറം ലോകവും വിശ്വാസികളും ഇത്തരം തട്ടിപ്പുകൾ അറിയണമെന്നുള്ളതുകൊണ്ടാണ് പുസ്തകമെഴുതിയതെന്ന് ഷിബു പറഞ്ഞു. ജോർജ് ജോസഫ്, സൂര്യ ന്യൂസ്, കൊച്ചി.